ഗോകുലത്തിലെ യശോദയുടെ മകളായി ജനിച്ച കൃഷ്ണനു പകരം കംസൻ കൊല്ലാൻ ശ്രമിച്ച യോഗമായയുടെ ക്ഷേത്രദർശനമാണിന്ന്. കുത്തുബ് മിനാർ സ്ഥിതി ചെയ്യുന്ന മെഹ്റോളിയിലാണ് 5000 വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണൻ സ്വയം പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുണ്ടായിരുന്ന 20ലധികം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചാണ് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തുബുദ്ദീൻ ഐബക് അധിനിവേശത്തിന് തുടക്കം കുറിച്ചത്. തോമർ രാജവംശത്തിലെ അനങ്കപാൽ നിർമ്മിച്ച ലാൽകോട്ട് എന്ന ആദ്യത്തെ ചെങ്കോട്ടയെപ്പറ്റി മുൻപ് ഒരു വീഡിയോ വിശദമായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ദഹേലി എന്ന് തൻ്റെ നഗരത്തിന് നാമകരണം ചെയ്തത്. അത് പിന്നീട് ദില്ലിയും ഡൽഹിയുമായി മാറി. വിക്രമാദിത്യ മഹാരാജാവ് പണികഴിപ്പിച്ച പ്രസിദ്ധമായ ഇരുമ്പ് തൂണ് മധ്യപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ച് അതിനു ചുറ്റുമായാണ് ഈ നഗരം അനങ്കപാൽ രാജാവ് നിർമ്മിച്ചത്. ഒരു വിഷ്ണു സ്തംഭമായിരുന്ന ഇത് ചില ലോഹമിശ്രിതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഇത് തുരുമ്പ് പിടിക്കാതെ നിലകൊള്ളുന്നു. ഈ കോട്ടമതിലിന് അധികം ദൂരെയല്ലാതെയായാണ് യോഗമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അധിനിവേശകാലത്തെ അതിജീവിച്ച ക്ഷേത്രം. പല പ്രാവശ്യം തകർക്കപ്പെട്ട ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു. ഔറംഗസീബിന്റെ കാലത്തും ഇതിനു നേർക്ക് അതിക്രമണമുണ്ടായി. യോഗമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ സ്ഥലം യോഗിനിപുര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ മറ്റ് 7 യോഗിനി ക്ഷേത്രങ്ങളും ഒരു വൃത്താകാരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ക്ഷേത്രം മാത്രമേ അധിനിവേശത്തിനൊടുവിൽ അവശേഷിക്കുന്നുള്ളൂ. കാരാഗൃഹത്തിൽ നിന്നും അഷ്ടമി രോഹിണി രാത്രിയിൽ ജനിച്ച തൻ്റെ 8ാമത്തെ പുത്രനെ കാവൽക്കാർ ഉറങ്ങവേ മധുരയിൽ നിന്നും യമുനാ നദി മുറിച്ചു കടന്ന് ഗോകുലത്തിലെ യശോദയ്ക്കരികിൽ കിടത്തി അന്നേ ദിവസം തന്നെ ജനിച്ച യശോദയുടെ മകളെ കൊണ്ടുവന്ന് ദേവകിക്കരികിൽ കിടത്തിയ വസുദേവരുടെ കഥ നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. പെൺകുഞ്ഞായിട്ട് പോലും 8ാമത്തെ കുട്ടിയായതിനാൽ തൻ്റെ ജീവന് ഒരു തരത്തിലും ഭീഷണിയുണ്ടാകാതിരിക്കാൻ ആ കുഞ്ഞിനെയും കാലിൽ പിടിച്ച് കല്ലിലടിച്ചു കൊല്ലാൻ ശ്രമിച്ച കംസന്റെ കയ്യിൽ നിന്നും വഴുതി വാനിലുയർന്ന കുഞ്ഞ് തൻ്റെ ദിവ്യരൂപം പ്രകടിപ്പിച്ചു. കംസനെ വധിക്കാനുള്ളവൻ ഭൂമിയിൽ അവതരിച്ചെന്ന് വിവരം അറിയിച്ച ആ കുഞ്ഞ് യോഗമായയുടെ അവതാരമായിരുന്നു. അതിനുശേഷം വിന്ധ്യാചലത്തിൽ വാസമുറപ്പിച്ച ദേവി വിന്ധ്യാവാസിനി എന്നും അറിയപ്പെടുന്നു. കൃഷ്ണന്റെ സഹോദരിയായി കണക്കാക്കപ്പെടുന്ന യോഗമായയുടെ പ്രതിച്ഛായയായി പണ്ട് പാണ്ഡവർ നിർമ്മിച്ച ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു ശിലാപ്രതിഷ്ഠ നടത്തിയത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു. പിന്നീട് അനങ്കപാൽ, വിക്രമാദിത്യ ഹേമു തുടങ്ങി അനേകം രാജാക്കന്മാർ തകർച്ചയിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷിച്ചു. മുസ്ലിം അധിനിവേശത്തിൽ തകർന്നു തരിപ്പണമാകാതെ നിന്ന മെഹ്റോളിയിലെ ഒരേയൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം പുരാതന കാലം മുതലേ നടത്തുന്നത് ഒരു കുടുംബമാണ്. ഇന്ന് ആ കുടുംബത്തിലെ 200-ലധികം വരുന്ന അംഗങ്ങളാണ് ക്ഷേത്രം വൃത്തിയായി സൂക്ഷിക്കുന്നതും പൂജകൾ നടത്തുന്നതും ദൈനംദിന ചെലവുകൾ നടത്തുന്നതും. ക്ഷേത്രത്തിനു മുന്നിലെ ഒരു ചെറിയ മണ്ഡപമാണ് ഈ കാണുന്നത്. മേൽത്തട്ട് ഗ്ലാസ് വർക്കുകളാൽ അലങ്കൃതമാണ്. മാർബിളും സാൻഡ്സ്റ്റോണും കൊണ്ട് നിർമ്മിച്ച ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം 1827 നിർമ്മിച്ച പഴയ ക്ഷേത്രത്തിന് മാറ്റങ്ങൾ വരുത്തിയതാണ്. മുകളിൽ നാഗശിരസുകളോട് കൂടിയതാണ് പ്രധാന കവാടം. (1806) മുതൽ 1837 വരെ ഭരിച്ച അക്ബർ രണ്ടാമന്റെ ഭാര്യയ്ക്ക് യോഗമായ സ്വപ്നദർശനം നൽകി. അതിനു മുൻപ് ചെങ്കോട്ടയിലെ വെടിവെപ്പിൽ അംഗരക്ഷകൻ കൊല്ലപ്പെടുകയും തുടർന്ന് കാണാതാവുകയും ചെയ്ത അവരുടെ മകൻ മിർസ ജഹാംഗീറിന്റെ
സുരക്ഷിതമായ തിരിച്ചുവരവിനായി അവർ ക്ഷേത്രത്തിൽ പൂക്കൾ കൊണ്ടുള്ള ഒരു വിശറി അർപ്പിച്ചു. ആ ചടങ്ങ് ഫൂൽവാലോം കി സൈർ എന്ന പേരിൽ ഇന്നും ആചരിക്കപ്പെടുന്നു. ഖുത്തുബുദ്ദീൻ ബക്ത്യാർ കാക്കി എന്ന സൂഫി വര്യന്റെ ദർഗയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഒക്ടോബർ-നവംബർ മാസത്തിൽ വർഷത്തിലൊരിക്കൽ ഘോഷയാത്രയായാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അഷ്ടമി രോഹിണിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിനം. ധാരാളം ഭക്തർ അന്ന് ഈ ക്ഷേത്രത്തിലെത്തുന്നു. വിശേഷ പൂജകളും മറ്റും നടക്കുന്നു. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ശില ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ കുഴിയിലാണുള്ളത്. അതിനു മുകളിലാണ് പട്ടിനാൽ അലങ്കൃതമായ ഈ സ്വർണം കൊണ്ടുള്ള മുഖമുള്ളത്. മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന വെള്ളി കൊണ്ടുള്ള അലങ്കാരങ്ങൾ 11-ാം നൂറ്റാണ്ടിലേതാണ്. കുംഭാകൃതിയിലുള്ള മേൽക്കൂരയിൽ ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. യോഗമായയുടെ ശിരസാണ് ഇവിടെ പൂജിക്കപ്പെടുന്നത്, ശരീരം വിന്ധ്യാചലത്തിലും. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറഞ്ഞു തരികയാണ് ഈ ചെറുപ്പക്കാരൻ. ക്ഷേത്രപരിപാലനത്തിൽ പുതിയ തലമുറ കാണിക്കുന്ന ശുഷ്കാന്തി പ്രശംസിക്കപ്പെടേണ്ടതാണ്. അധിനിവേശങ്ങൾക്ക് മുൻപിൽ അടിയറവ് വയ്ക്കാഞ്ഞ വിശ്വാസം. സ്വന്തം വിശ്വാസ സംരക്ഷണത്തിന് ഈ ചെറുപ്പക്കാരന്റെ മുൻതലമുറ എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചിട്ടുണ്ടാകണം. ഈ വിശ്വാസങ്ങളാണ് ഭാരതത്തെ ഭാരതമായി നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളുടെ ആകത്തുകയാണ് ഭാരതം. പ്രധാന പ്രതിഷ്ഠ കൂടാതെ മറ്റു പല പ്രതിഷ്ഠകളുമുണ്ട്. ഇതിൽ പലതും അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളതാണ്. ശക്തിപ്രതിഷ്ഠയുള്ളിടത്തെല്ലാം ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ടാകും. ഇവിടെയും അല്പം ഉയരത്തിലായി ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും ഭക്തർക്ക് സ്വയം പൂജ ചെയ്യാം. സാധകന് മുന്നിൽ ഇഷ്ടദേവത മാത്രം. ലക്ഷ്മി സമേതനായ വിഷ്ണു. രാധയോടൊപ്പമുള്ള കൃഷ്ണൻ. ജാനകി രാമലക്ഷ്മണന്മാർ ഹനുമാനോടൊപ്പം. ഇതാണ് ഹോമകുണ്ഡം. ദേവീക്ഷേത്രങ്ങളിൽ പലയിടത്തും പൊട്ടും വളയും ചാർത്തുന്നത് ഉത്തരേന്ത്യയിൽ സാധാരണമാണ്. വേറെയും ചില സ്വയംഭൂ പ്രതിഷ്ഠകൾ.
വിഷ്ണുവിന്റെ അനേകം അവതാരങ്ങളിൽ വിശേഷമായ 24 അവതാരങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ പ്രധാനമായ 10 അവതാരങ്ങളാണ് ദശാവതാരമായി നമ്മൾ കണക്കാക്കുന്നത്. ദശാവതാരങ്ങളിൽ ഏറ്റവും ശക്തിയോടെ 64 കലകളും ചേർന്ന് യുഗപരിവർത്തനത്തിനായി വരുന്ന അവസാന അവതാരമാണ് കൽക്കി. കലിയുഗത്തിൽ അവതരിച്ച് ധർമ്മസംസ്ഥാപനം നടത്താൻ വരുന്ന കൽക്കി. ശിവന്റെ ഭൈരവരൂപം. മൃതസഞ്ജീവനിയുമായി നിൽക്കുന്ന ഹനുമാൻ. ഉത്തരേന്ത്യയിൽ ഹനുമാൻ ചാലീസ പ്രസിദ്ധമാണ്. ചൊവ്വാഴ്ച വ്രതവും ഹനുമാൻ ഭക്തർ ആചരിക്കുന്നു. യോഗിനി ക്ഷേത്ര വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും യോഗമായയായ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.